ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വയറിങ്ങിൻ്റെ ഡി ബി എത്ര ഹൈറ്റിലാണെന്ന് ഉറപ്പിക്കേണ്ടത്, അത് ഏത് ഡി ബി കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽസാണ് നമുക്ക്. സ്ലൈഡറിൻ്റെ ഡി ബി ആണ് നമ്മൾ വെക്കുന്നത്. അതിൻ്റെ MRP ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അത് 8 ഡി ബി ആണ് കൊടുക്കുന്നത്. 6480 വരുന്നത്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ സെലക്ടറിൻ്റെ സെപ്പറേറ്റ് എമൗണ്ടാണ് വരുന്നത്. സെലക്ടറിന് സെപ്പറേറ്റ് എമൗണ്ട് വരും, ഡി ബിക്ക് സെപ്പറേറ്റ് എമൗണ്ട് വരും. സെലക്ടറും ഏകദേശം ഈ റേറ്റ് തന്നെയാണ് വരുന്നത്. 6230 വരുന്നത് ഫേസ് സെലക്ടർ വരുന്നത്. അപ്പോൾ രണ്ടും കൂടി വരുന്ന സമയത്ത് ഏകദേശം 12 രൂപ റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ റേഞ്ച് ഡി ബിക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ലൈഡറിൻ്റെ ഡി ബി തന്നെ പല മോഡലുകളിലും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാവരുടെയും ഒരു സംശയമാണ് ഡി ബി, അതായത് വീടിൻ്റെ അകത്ത് നമ്മൾ വയ്ക്കുന്ന 3 ഫേസ് ഡി ബി ആണ്, സിംഗിൾ ഫേസ് ഡി ബി ആണെങ്കിലും എത്ര ഹൈറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, നമ്മുടെ തേപ്പിന് മുന്നേ നമ്മൾ എങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പഴയ വീടാണ്, നമ്മൾ 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ തേപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കണം. തേപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള വീടുകളിലേക്ക് നമ്മൾ പഴയ വീടാണ് അവിടെ പൊളിച്ച്, സിംഗിൾ ഫേസ് ഡി ബി ആണ്, അത് പൊളിച്ച് മാറ്റിയതിന് ശേഷം 3 ഫേസ് നമ്മൾ കൊടുക്കുന്നു. 3 ഫേസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സൈഡുകളിൽ ഫില്ല് ചെയ്തിട്ട് ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ അടിവശമാണ് നോക്കുന്നത്. ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 130 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ അടിവശം വരുന്നത്. അതായത് ഡി ബിയുടെ അടിവശം നമ്മൾ വരുന്നത് സിംഗിൾ ഫേസ് ഡി ബിയുടെ 3 ഫേസ് ഡി ബിയുടെ അടിവശം വരുന്നത് 130 സെൻറ്റിമീറ്ററിന് മുകളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലിൻഡിൽ ഹൈറ്റ് നിങ്ങൾ കാണാൻ സാധിക്കും. ആ ബീം കണ്ടോ, ആ ബീമിന് താഴെ ഏകദേശം ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ച് താഴ്ത്തി നമുക്ക് ഈ ഡി ബി സെലക്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡി ബി എന്തിന് ഒരുപാട് ഹൈറ്റിൽ കയറ്റി കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഡി ബി കാര്യങ്ങൾ ട്രിപ്പ് ആവുന്ന സമയത്ത് നമുക്ക് ചെന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും സർവീസ് ചെയ്യുന്നതിനും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ പെട്ടെന്ന് സർവീസ് ചെയ്യാനും ഡി ബി ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും എല്ലാവർക്കും ഓപ്പറേറ്റ് ചെയ്യുന്നതിനും, എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ, ഒരുപാട് താഴെയല്ല, എന്നാൽ മാന്യമായ രീതിയിൽ നമ്മൾ ഒരു 130 സെൻറ്റിമീറ്റർ ഹൈറ്റിന് മുകളിലേക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നമ്മൾ ഡി ബിയിലേക്ക് നമ്മൾ വയറിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണ്ട പൈപ്പുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ നോക്കൗട്ട് ഉണ്ട്. നോക്കൗട്ട് എന്ന് ജസ്റ്റ് പൈപ്പുകൾ ഇറക്കാവുന്ന നോക്കൗട്ടുകളാണ്. ഇനി അതല്ലെങ്കിൽ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ സാധാരണ അതിൻ്റെ മുകൾ വശം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വരുന്ന സർക്യൂട്ടിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പൈപ്പുകൾ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം തന്നെ നമ്മൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, 1 ഇഞ്ചിൻ്റെ പൈപ്പുകളാണ് നമ്മളിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 25 mm പൈപ്പുകളാണ് നമ്മുടെ സർക്യൂട്ടിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു നില കൂടി ഉണ്ട് വീടിന്. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് നമ്മളൊരു 3 1 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ടിട്ട് ബാക്കി വരുന്ന 3 പൈപ്പുകൾ നമ്മൾ സെപ്പറേറ്റ് സൈഡിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. സൈഡിലേക്ക് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സൈഡുകളിലേക്ക് കിച്ചണിൻ്റെ വർക്ക് ഏരിയ, പിന്നെ ആ ഏരിയയിൽ വരുന്ന ലിവിങ് ഏരിയ, ഡൈനിങ്, അതിനെല്ലാം വേണ്ടിയിട്ട് 3 1 ഇഞ്ച് പൈപ്പുകളാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ 2 1 ഇഞ്ച് പൈപ്പ് ഉണ്ട്, നമ്മുടെ ഹാള്, സിറ്റ് ഔട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ ഡി ബിയിലേക്ക്, അതായത് മുകളിൽ നിന്ന് ഒരു 3 ഫേസ് ഡി ബിയിലേക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 10-12 പൈപ്പെങ്കിലും നമ്മുടെ മീറ്റർ ബോക്സ് ഉൾപ്പെടെ വരുന്നുണ്ട്. ഈ കാണുന്നത് മീറ്റർ ബോക്സിലേക്ക്, ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മൾ മീറ്റർ ബോക്സ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടേക്ക് 2 പൈപ്പ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഡി ബിയിലേക്ക് കൊടുത്തിട്ട് നമ്മൾ മീറ്റർ ബോക്സിലേക്ക് കയറ്റാൻ വേണ്ടി 2 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഡി ബിയിൽ വരുന്ന ഏരിയ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്ന് മാർക്ക് ചെയ്താണ് കേട്ടോ. 2 ന്യൂട്രൽ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ന്യൂട്രൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻവെർട്ടർ സെക്ഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ന്യൂട്രൽ ലിങ്ക് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ന്യൂട്രൽ ചെയ്യാം. ചില ഡി ബികളിൽ നമുക്ക് 3 എണ്ണമായിട്ട് കാണാൻ സാധിക്കും. ഇത് നമുക്ക് എർത്ത് ലിങ്കാണ് വരുന്നത്. എർത്ത് ലിങ്ക് നമ്മൾ കൊടുക്കുന്നതിനുള്ള എർത്തിന് എല്ലാ റൂമുകളിൽ നിന്നൊക്കെ സർക്യൂട്ട് വലിക്കുന്ന എർത്തുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഏരിയ നമ്മൾ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ന്യൂട്രൽ ലിങ്കുകൾ, അതായത് ന്യൂട്രലിൻ്റെ റോഡുകൾ അതിൻ്റെ അകത്ത് ചില ഡി ബികളിൽ, വി ഗാർഡ് അതുപോലെയുള്ള പല ഡി ബികളിലും ചിലപ്പോൾ 3 റോഡുകൾ വരാറുണ്ട്. അത് ഇപ്പോഴത്തെ സ്റ്റൈൽ അനുസരിച്ചിട്ട് നമുക്ക് വി ഗാർഡിൻ്റെ ആണെങ്കിലും പല കമ്പനികളുടെ ആണെങ്കിലും സോളാർ സെപ്പറേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇൻവെർട്ടർ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനും സെപ്പറേറ്റ് ന്യൂട്രൽ ലിങ്കുകൾ അല്ലെങ്കിൽ ന്യൂട്രൽ റോഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എർത്തും അതുപോലെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലും വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വലുപ്പമുള്ള ഡി ബികൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ നോർമൽ ലെവലിൽ വരുന്ന ഡി ബികളും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ തേപ്പ് കരം ഒന്ന് നോക്കുക കേട്ടോ. ഈ ഏരിയ നമ്മൾ തേക്കാത്ത സ്ഥലമാണ്, ഇപ്പുറത്ത് നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തത്. അപ്പോൾ തേപ്പ് കരം നമ്മളിവിടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേരയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഡോറ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്, ഡി ബിയുടെ ഉള്ളിലാണ് വരുന്നത്. ചില ഡി ബികളിൽ വരുന്നത് നേരെ ഔട്ട്സൈഡ് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് അതിൻ്റെ തേപ്പ് കനം കൂടി കൊടുക്കണം. ഇവിടെ നമുക്ക് ആവശ്യമില്ല, തേപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ആ തേപ്പ് കനം നമ്മൾ ആ ഡി ബിയുടെ ഏരിയയിൽ ആവശ്യമില്ല. ഇവിടെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഏരിയ, ഇവിടെ നമ്മൾ തേക്കാനുള്ളതാണ്. അപ്പോൾ തേപ്പ് കനം നമുക്ക് ഡി ബിയുടെ ഏരിയയിൽ തേച്ച് ക്ലിയർ ചെയ്തിട്ടുകൊണ്ട്, പഴയ വീട് ഞാൻ പറഞ്ഞു, പഴയ വീടായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി സർക്യൂട്ടുകൾ പോയിരിക്കുന്ന രീതി ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 പൈപ്പുകൾ വന്നു, അത്
സെപ്പറേറ്റ് ഒരു ആ ഏരിയയിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് തൊട്ട് ബാക്കിൽ ഒരു റൂമുണ്ട്. പിന്നെ ഏരിയയിൽ വരുന്ന ടി വിയുടെ ഏരിയ വരുന്നുണ്ട്. അതിനെല്ലാം കൂടിയിട്ട് നമ്മൾ 2 സെപ്പറേറ്റ് പൈപ്പുകളാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 6 1 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊണ്ടുപോകുന്നു. 1 ഇഞ്ച് പൈപ്പ് 3 എണ്ണം മുകളിലത്തെ നേരിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. ബാക്കി 3 എണ്ണം നമ്മൾ ഒരു 6x4 ബോക്സ് അല്ലെങ്കിൽ 4x4 PVC ബോക്സ് വെച്ച് നിങ്ങൾ കൊണ്ടുപോയി കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ ഫാനിൻ്റെ സീലിങ്ങിൽ നിന്ന് വരുന്ന പോയിന്റുകളെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 6x4 PVC ബോക്സ് കൊടുത്തിരിക്കുന്നത്. 6x4 തന്നെ PVC അല്ലെങ്കിൽ 4x4 PVC ബോക്സ് തന്നെ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും ലൈറ്റോ കാര്യങ്ങൾ പിടിപ്പിക്കുമ്പോൾ നമുക്ക് ആ ബോക്സിൽ പിടിപ്പിക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പൈപ്പിൽ നമ്മൾ ഡ്രിൽ ചെയ്ത് കയറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബോക്സ് കൊടുത്തിട്ട് പോകുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റുകൾ വരുന്ന ഏരിയകളിലെല്ലാം ബോക്സ് കൊടുത്ത് പോകുന്നതാണ് നല്ലത്. പൈപ്പുകൾ ഒരുപാട് വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ബോക്സ് കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പുകളെല്ലാം പോയിരിക്കുന്ന വയറുകളിലേക്ക് ഡ്രിൽ ചെയ്ത് കയറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മൾ ഈ ഏരിയയിൽ നിന്ന് വന്നു, നേരെ നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിലേക്ക് വന്നു. നമ്മുടെ ഹാളിൻ്റെ ഏരിയയിൽ നിന്ന് വന്ന പൈപ്പുകളാണ് ഈ കാണുന്നത്. ഇനി അതിൻ്റെ ബാക്ക് കാര്യങ്ങളെല്ലാം തുളച്ചതിന് ശേഷം ഈ ഏരിയയിൽ വരുന്നുണ്ട്. അതിന് ബാക്ക് തുളച്ച് നമുക്ക് കിച്ചണിൻ്റെ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയിൽ വന്നിരിക്കുന്നു. പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് റൂം വരുന്നുണ്ട്. ആ റൂമിലേക്കും കൂടിയിട്ട് 2 ഇഞ്ചാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഈ ലൈറ്റിൻ്റെ പോയിന്റുകളെല്ലാം വരുന്ന സ്ഥലങ്ങളിൽ 4x4 PVC ബോക്സ് വെച്ചു. വയറ് വലിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ DBയിൽ നിന്നും സെപ്പറേറ്റ് പൈപ്പുകൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇത് കിച്ചണിൻ്റെ ഏരിയ ആണ് വരുന്നത്. ഡൈനിങ് കഴിഞ്ഞു കിച്ചണിൻ്റെ ഏരിയ വന്നു. കിച്ചണിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ലൈറ്റ് വരുന്നതുകൊണ്ട് നമുക്കതിൽ മെയിൻ ഏരിയകളിലേക്ക് എല്ലാം തന്നെ ലൈറ്റ് പോകുന്ന ഏരിയകളിൽ എല്ലാം തന്നെ നമ്മൾ 4x4 PVC ബോക്സ് വെച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് നമുക്കവിടെ ലൈറ്റ് കൊടുക്കാം, അതിൽ ട്യൂബ് സെറ്റ് കൊടുക്കാം. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് വലിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും. അതുമാത്രമല്ല ഭാവിയിൽ നമുക്കൊരു മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സാധാരണ PVC പോലത്തെ സാധാ ജംഗ്ഷൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ജംഗ്ഷൻ ഉപയോഗിക്കാതിരിക്കും ാണ് ഏറ്റവും നല്ലത്. കാരണം ആ ജംഗ്ഷൻ വെച്ചതിന് ശേഷം നിങ്ങൾ ഒന്നല്ലെങ്കിൽ പ്ലാസ്റ്റ് ചെയ്ത് കളയും. പ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങൾ വന്ന് വീണ്ടും ആ പ്ലാസ്റ്റിക് പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നു. ഇത് നമ്മൾ 4x4 ഷീറ്റ് വെച്ച് അടച്ച് എപ്പോൾ വേണമെങ്കിലും തുറക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ DBനെ കുറിച്ചിട്ടും ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിന് മുകളിലേക്കാണ് നമ്മൾ DB 3 ഫേസ് DB കൊടുക്കുന്നത്. സിംഗിൾ ഫേസ് DB ആകുമ്പോൾ കുറച്ചുകൂടി ഹൈറ്റിൽ മുകളിലേക്ക് ഏകദേശം ഒരു 150 തൊട്ട്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിൻഡിൽ ഒരു 10 ഇഞ്ച് താഴ്ത്തി നമുക്ക് സിംഗിൾ ഫേസ് DB കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ DB വെക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, തേപ്പിന് ശേഷമാണെങ്കിൽ തേപ്പ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണെന്ന് ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.